സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ എത്രയും അഭിനന്ദനായ പ്രിയങ്കരനായ ജോർജ് ആലഞ്ചേരി പിതാവ് കടന്നു വന്നിരിക്കുന്നു. നമുക്ക് ഏറ്റവും സന്തോഷമാണ്. എല്ലാവരും അവിടെ ഇരിക്കുക. കുടുംബാംഗങ്ങളോടുള്ള നന്ദി സന്തോഷവും അറിയിച്ചുകൊണ്ട് വാഴി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ശ്രീമാനത്രിയും സ്നേഹനിധിയായ ക്യാപ്റ്റൻ കുരുവിള മുന്നോട്ട് കടന്നു വന്ന് ഇപ്പോൾ അദ്ദേഹത്തെ ായ മുഖ്യമന്ത്രി ഇപ്പോൾ പൊന്നാട അണിയിച്ച് ഇതാ സ്വീകരിക്കുന്നു. ആദരിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ ഓഡിയോ വീഡിയോ CD കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് പ്രകാശനം നിർവഹിച്ച അഭിനന്ദ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവറിയസ് വലിയ മെത്രാപ്പൊലീത്തയെ ഏൽപ്പിക്കുന്നതാണ്. ഈ നമ്മുടെ ധ്യാനകേന്ദ്രത്തോട് ബന്ധപ്പെട്ട് തന്നെയുള്ള സാമൂഹിക ക്ഷേമത്തിന് വേണ്ടിയുള്ള ഫണ്ടിന്റെ ഉദ്ഘാടനം ഇപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി തോമസ് കുട്ടി തേവരുമുറി ഓർഡർ ഇപ്പോൾ മുന്നോട്ട് വരും. അദ്ദേഹത്തിൽ നിന്ന് അതിന്റെ ആദ്യ ഗഡു സ്വീകരിച്ചുകൊണ്ട് സാമൂഹ്യ ക്ഷേമ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പാവപ്പെട്ട മനുഷ്യരുടെ സഹായത്തിന് വേണ്ടിയുള്ള ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള ഫണ്ട് ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചുകൊണ്ട് കർമ്മം നിർവഹിക്കുകയാണ്. ബഹുമാനായ മുഖ്യമന്ത്രിയുടെ തിരക്ക് നമുക്കറിയാം. ഇപ്പോൾ വലിയ അടുത്ത പരിപാടികളിലേക്ക് കടക്കേണ്ടതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇപ്പോൾ സ്റ്റേജ് നൽകുകയാണ്. തുടർന്നുള്ള പരിപാടികളിലേക്ക് നമുക്ക് കടക്കാം. ബഹുമാന്യനുമായി ഇപ്പോൾ ഇതിലേക്ക് കടന്നു വന്ന് നമുക്കൊക്കെ ഏറ്റവും സന്തോഷം പകർന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർ, അതുപോലെ തന്നെ ഇന്ന് നമ്മോടുകൂടി ആയിരിക്കുന്ന സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ്, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ എത്രയും പ്രിയങ്കരനും ബഹുമാന്യനുമായ ഈ പിതാവിൻ്റെതാണ് ആ ഭാവം നമുക്കെല്ലാം മലനാട് പാലുന്ന ഭാഗ്യം നമുക്ക് ലഭിക്കുമ്പോൾ ഈ അറക്കൽ പിതാവിനെ ഓർത്താൽ മതി. ശുദ്ധമായ പാല ഏറ്റവും അതോടൊപ്പം തന്നെ എത്രയും അഭിമന്യ പിതാവായ ഈവാനിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് നമ്മോടുകൂടി ആയിരുന്ന യാക്കോബായ സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ തോമസ് തീമോത്തിയോസ് തിരുമനസ്സുകൊണ്ട്, അതോടൊപ്പം നമ്മുടെ ഈ പ്രദേശത്തിന്റെ MLA തോമസ് ചാണ്ടി അവരുടെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ പെട്ടെന്നുള്ള വേർപാടിനെ തുടർന്ന് അദ്ദേഹം സ്റ്റേജ് വിട്ട് പോയി. XMLA
ഡോക്ടർ KC ജോസഫ്, സമുദായത്തിന്റെ ഭാരവാഹികള് എലിയാസൂരിപാറ, കെകേഗരുഡ കേരളചന്ദ്ര, നവാഭിഷിക്തനായ അറക്കൽ കോർപ്പിസ്കോപ്പ, അതോടൊപ്പം നമുക്ക് ഈ സ്ഥലം നമുക്ക് സംഭാവനയായി നൽകിയ വാണി കുടുംബത്തെ പ്രതികരിക്കുന്ന ക്യാപ്റ്റൻ തിരുവിള, ഇതിന്റെയൊക്കെ കൺവീനറായ പരിപാടികളുടെ ജനറൽ കൺവീനറായ വെളിയനാട് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ജ്ഞാനായ കമ്മിറ്റി അംഗം സാബു തോട്ടുങ്കൽ, അതോടൊപ്പം പ്രിയപ്പെട്ട ഏലിയാസ് ഇളവുകുളമച്ചൻ, വാർഡ് മെമ്പർ, മറ്റ് ഈ സമുദായത്തിന്റെ വികാരി ജനറൽ ചെറുശ്ശേരിക്കണം, ഈ സ്റ്റേജിൽ ഘോഷനായിരിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവരുമേ, ആദ്യം തന്നെ നിങ്ങളുടെ സ്നേഹത്തോടെ ഏതാനും നിമിഷങ്ങളിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സമൃദ്ധിയുടെ സംസ്കാരം മരണത്തെ മാടി വിളിക്കുകയാണ്. എവിടെയും ഒരു വലിയ പരിധി വരെ മനുഷ്യന് സമൃദ്ധിയാണ്. യുവജനങ്ങള്, കുട്ടികളെ, പ്രത്യേകിച്ച് ടീനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരായിരിക്കുന്ന സ്ഥാനത്ത് ആവശ്യമായിട്ടുള്ള പണം, പൊതുവെ സമൂഹത്തില് നമുക്ക് പണം, സമ്പത്ത്, അതിൻ്റെ ധാരാളിത്വം കാണാം. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ മരണത്തെ തന്നെയാണോ ഇത് അടിവിളിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ ദൈവത്തെ പ്രതി എരിയുന്ന തീപന്തമായി തീരാൻ, അതോടൊപ്പം സ്നേഹത്തിന്റെ എരിയുന്ന വ്യക്താക്കളായി തീരാൻ ഈ ധ്യാനകേന്ദ്രം സുഖാർ ജ്ഞാനായ ധ്യാനകേന്ദ്രം വഴി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദുർബലമായ വിശ്വാസം, യാഥാർത്ഥ്യ മൂല്യങ്ങളോടുള്ള നിസ്സംഗത, സ്വന്തം താല്പര്യങ്ങൾ നടത്തിയെടുക്കുവാനുള്ള പിടിവാശി, മനുഷ്യ ബന്ധങ്ങളിൽ വരുന്നതായ ക്ഷയം, മനസ്സിന്റെ പിരിമുറുക്കം ഇന്നത്തെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നെങ്കിൽ അതിനൊരു പ്രതിവിധിയും വെല്ലുവിളിയുമായി തീരുന്നതിനാണ് സുഖാർ ജ്ഞാനായ ധ്യാനകേന്ദ്രം തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് ദൈവജനത്തെ അറിയിക്കട്ടെ. പ്രത്യേകം ശ്രദ്ധയാവശ്യമുള്ള കുട്ടികൾ, മാരകമായ രോഗത്താൽ കഷ്ടപ്പെടുന്നവര്, വാർദ്ധക്യസഹജമായ ബലഹീനതകൾ, ഇവരെ കുറിച്ച് നമുക്ക് ഓർക്കാൻ ഈ ധ്യാനകേന്ദ്രം വഴി സാധിക്കണം. അവർക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം. ദാരിദ്ര്യത്തിൽ കഴിയുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യർ, മരുഭൂമിയിൽ അലയുന്നവരായ അഭയാർത്ഥികൾ, മത തീവ്രവാദികളുടെ ആക്രമണം ഭയന്ന് ഭയഭീകരരായി നടക്കുന്ന മനുഷ്യര്, തങ്ങൾ പുലർത്തുന്ന വിശ്വാസത്തിനും മാനുഷികവും ആധ്യാത്മികവുമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി തത്രപ്പെടുന്നതായ ജനസമൂഹം, ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും സുഖാർക്കിനായ ധ്യാനകേന്ദ്രമെന്ന് നമുക്ക് ദൃഢപ്രതിജ്ഞയെടുക്കാം. പ്രിയപ്പെട്ടവരെ, ജനതയെ ബോധവൽക്കരിക്കുവാൻ, സാമ്പത്തികവും പ്രാർത്ഥനാ സഹായങ്ങളും മനുഷ്യർക്ക് ചെയ്യുവാൻ ഈ ധ്യാനകേന്ദ്രത്തിന് സാധിക്കും. യുദ്ധത്തിന്റെ പീഡനങ്ങൾ എവിടെയൊക്കെയാണ് യുദ്ധങ്ങൾ പ്രാദേശികമായും അല്ലാതെയും നടക്കുന്നതെന്ന് നമുക്ക് പത്രദ്വാര മീഡിയകൾ വഴി അറിയാം. അതുപോലെ തന്നെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സ്ത്രീകള്, മനുഷ്യ കടത്തിലകപ്പെടുന്നവരായ വ്യക്തികള്, ഇങ്ങനെ ലോകം മുഴുവനും പല വിധത്തില് കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും ആർത്തനാദത്തിന്റെയും മുറവിളി കൂട്ടുമ്പോൾ ഈ വെളിയനാട് ദേശത്തെ ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നുകൊണ്ട് സുഖാർക്കിനായ ധ്യാനകേന്ദ്രത്തിൽ നമ്മൾ അവരെയൊക്കെ ആരുകയാണോ അവരെ മർദ്ദിതരായി തീരുന്നത്, ഓപ്പറസീവ്സ്, അവരുടെ മനസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, നിനവേ പട്ടണത്തില് അതിനോട് ബന്ധപ്പെട്ട സംഭവം, അവിടെ മനുഷ്യ മനസ്സില് മാറ്റങ്ങൾ വന്നാൽ ദൈവം മനുഷ്യന്റെ ചിന്താഗതികളെ മാറ്റിമറിക്കും. ഇവിടെ പ്രാർത്ഥനയുടെ അരൂപിയായിരിക്കും, ജാഗരണത്തിൻ്റെതായ, കൂട്ടായ്മയുടേതായ, സഹവർത്തിത്തിൻ്റെതായ, സമാധാനത്തിൻ്റെതായ, ആന്തരിക ചൈതന്യത്തിൻ്റെതായ, മനുഷ്യരെ മുഴുവനും ഒന്നായി കാണുന്നതായ
ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന് തന്നെ ഒരു മനംതിരിവുണ്ടാകുവാൻ തക്കവണ്ണമായി തീരുന്നതിന് തീർച്ചയായിട്ടും നമുക്ക് ഈ ധ്യാന കേന്ദ്രം ഉപയോഗപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ചുരുക്കിക്കൊണ്ട് പറയട്ടെ. അറയ്ക്കൽ പിതാവിനെ പോലെയുള്ളവർ ഇവിടെ ഇരിക്കുന്നു. ആലഞ്ചേരി പിതാവ് നമുക്കറിയാം വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായിട്ട് ഈ കേരള സമൂഹം മാത്രമല്ല ഇന്ത്യ, ഈ രാജ്യം തന്നെ ചെവി കൊടുക്കുന്നതാണ്. അത്രയും ഉന്നതരായ വ്യക്തികൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ സമൂഹത്തിൽ ആരും ഒറ്റപ്പെടുവാൻ പാടില്ല. തങ്ങളെ ആർക്കും ആവശ്യമില്ല എന്ന് മനുഷ്യനായി പറഞ്ഞ ആർക്കും തോന്നാൻ പാടില്ല. അതിന് പകരമായിട്ട് എല്ലാവർക്കും വേണ്ടി സഭയുടെ വാതിൽ തുറക്കപ്പെടണം. തങ്ങളും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും തങ്ങളെയും ഈ ലോകത്തിന് ആവശ്യമുണ്ടെന്നും സർവ്വ മനുഷ്യരും അറിയണം. അല്ലാതെയാണ് നമ്മൾ ആധ്യാത്മികമായ മേഖലയിൽ ആന്തരിക മുറിവെന്ന് പറയുന്നത്. ഞാൻ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നും ഞാൻ ഒറ്റപ്പെട്ടവനാണെന്നും ഒരു മനുഷ്യന് തോന്നുമ്പോൾ അവൻ ആന്തരികമായി മുറിവേറ്റവനാണ്. കണ്ടാൽ സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, അസോസിയേഷൻ മെമ്പേഴ്സ്, ഭക്തസംഘടനകളുടെ ഭാരവാഹികള് എല്ലാവരുമായി ചേർന്ന് നമുക്ക് അനുഗ്രഹീതമായ ഒരു കുതിച്ചുചാട്ടത്തിന്, ദൈവത്തിലേക്കുള്ള സമർപ്പണത്തിന് നമ്മളുടെ ഈ ധ്യാന കേന്ദ്രം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ആഴമായ ആത്മ ഈ ബന്ധത്തിന്റെ ഇടയെടുപ്പം ശക്തീകരിക്കുവാൻ എല്ലാ വിധത്തിലും ദൈവം സഹായിക്കട്ടെ. ഇവിടെ സിസ്റ്റർ ഫേബ എന്നവർ, ആ സിസ്റ്റർ നിഗാമ, അവരെ എത്ര ദിവസങ്ങളായി ഇവിടെ ചേർന്ന് പ്രവർത്തിക്കുന്നതെന്ന് വെളിയനാട്, ഇവിടെ ചുറ്റുപാടുമുള്ളതായ വെളിയനാടുമാർ സേപ്പാനോസ് പള്ളി, വെളിയനാടുമാർ ബേതലഹീം പള്ളി, അതുപോലെ തന്നെ മാമ്പഴക്കരി സെന്റ് ജോർജ് പള്ളി, ആ പള്ളികളിലെ വികാരിയച്ഛന്മാരും കമ്മിറ്റി അംഗങ്ങളുടെയും സേവനം ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടെ സാബു തൂക്കെങ്കിൽ ഉൾപ്പെടെ ഇതിനെ കോൺട്രാക്ടർ മാറ്റി വെള്ളാപ്പള്ളി, അതുപോലെ തന്നെ ഇതിന്റെ എഞ്ചിനീയറായിരുന്ന കുഞ്ഞുമോൻ പഴയകളം എന്നിവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഇവിടെയുള്ള സമുദായത്തിന്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള ആ സന്തോഷം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സഹകരണത്തിനും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. വലിയ മെത്രാപ്പൊലീത്ത സെവേറിയോസ് കുര്യാക്കോസ് തിരുമേനി, അഭിവന്യ കുര്യാക്കോസ് മാർ ഗ്രിഗോരിയോസ് തിരുമേനി, 4 പേരുണ്ട്, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അഭിവന്യ കുര്യാക്കോസ് മാർ യുവാനിയോസ് തിരുമേനി, അഭിവന്യനായ മാത്യു അറക്കൽ തിരുമേനി, ശ്രീ കെ.സി. ജോസഫ് എം.എൽ.എ, എനിക്കറിയാവുന്നവർക്ക് പേര് പറയുന്നു, ബാക്കിയുള്ളവരെ പൊതുവിൽ വിളിക്കുന്നു, ശ്രീ സാബു തോട്ടങ്കൽ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് സമുദായ നേതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന വൈദിക സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകളെ, സഹോദരി സഹോദരന്മാരെ, യുവ സുഹൃത്തുക്കളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, കുറേ കുട്ടികളെ ഞാൻ പുറത്ത് കണ്ടായിരുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ അഭിവാദനമാണ്. സാമാന്യത്തിലുള്ള ആരും ഇന്നത്തെ ഈ ക്ഷണം സ്വീകരിക്കുമായിരുന്നില്ല, എൻ്റെ സ്ഥാനത്തായിരുന്നില്ല. കാരണം ഞാനിപ്പോൾ വരുന്നത് എറണാകുളത്ത് നിന്ന് ചാലക്കുടിക്കടുത്തുള്ള അയ്യമ്പുഴ എന്ന ഒരു സ്ഥലത്ത് നിന്നാണ്. അവിടെ ഒലിവ് മൗണ്ട് എന്നൊരു ഇടവക ദേവാലയം എറണാകുളം അങ്കമാലി ഭദ്രാസനത്തിനുണ്ട്. അവിടെ ഇന്ന് എനിക്ക് വിസിറ്റയായി. ഞായറാഴ്ചകളിൽ എല്ലാം പള്ളികളിൽ വിസിറ്റ് നടത്തണമെന്നുള്ള ഒരു ദൃഢനിശ്ചയം ഞാൻ എടുത്തിട്ടുണ്ട്. മെത്രാന്മാർ അവരുടെ ജോലി ചെയ്തില്ലെങ്കിൽ അൽമായർ അവരെ നാടൻ വയ്ക്കാനും തുണി കൊടുക്കാനും കഥ ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ ആയിട്ട് വിളിച്ച് അവരുടെ സമയം കളയും. അതുകൊണ്ട് ഞാൻ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് ഞായറാഴ്ചകളിൽ ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യും. അങ്ങനെ ഒരു ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ വലിയ മെത്രാപ്പൊലീത്തായുടെ ക്ഷണം. അത് വളരെ വലിയ വശ്യമാണ്. എന്നെ ഇവിടെ കൊണ്ടുവന്നേ അടങ്ങൂ എന്നുള്ള രീതിയിലുള്ള ഒരു വിളിയാണ്.
ഈ ജ്ഞാനായ സമൂഹത്തിൻ്റെ വലിയ മെത്രാപ്പോലീത്ത വിളിക്കുമ്പോൾ വരാതിരിക്കുക പ്രയാസം കേൾപ്പിക്കുന്നില്ല. തിരുമേനിയുടെ സ്നേഹം കൊണ്ടും തിരുമേനിയുടെ വശ്യമായിട്ടുള്ള വിളി കൊണ്ടും അതുപോലെ തന്നെ അതിന് പിറകെ വന്ന ബഹുമാനപ്പെട്ട വൈദികരുടെയും സമുദായ നേതാക്കന്മാരുടെയും സാമൂഹികയുടെയും ഒക്കെ നിർബന്ധം കൊണ്ടുമാണ് ഞാൻ വന്നത്. പക്ഷെ വന്നപ്പോൾ എനിക്ക് സന്തോഷം. നിങ്ങളെ എല്ലാവരെയും കണ്ടതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. തന്നെയുമല്ല സതുദ്യമമാണ്. ഇന്ന് നിങ്ങൾക്കറിയാം ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാലമാണ്. അത് അലോപ്പതി പഠിച്ച ഡോക്ടർമാരാണ് ആയുർവേദവും അല്പം ഹോമിയോപ്പതിയും പ്രകൃതി ചികിത്സയും എല്ലാം കൂടെ ചേർത്ത് ചില ആശുപത്രികൾ സ്ഥാപിച്ച് ചികിത്സിക്കുന്നുണ്ട്. ചിലരുടെ ലക്ഷ്യം അവരുടെ സ്വന്തം ലക്ഷ്യമാണ്. പക്ഷേ എന്ന് വരികയും രോഗികളുടെ സൗഖ്യം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ഇന്ന് എല്ലായിടത്തും വിലയിരുത്തുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ വെറും ശരീരം മാത്രമല്ല. ഒരു കാലത്ത് മനുഷ്യൻ്റെ അസുഖങ്ങളെല്ലാം ശരീരത്തിൻ്റെ അസുഖങ്ങളാണെന്ന് കണ്ടാണ് ചികിത്സിച്ച് തുടങ്ങിയിരുന്നത്. പിന്നീട് മനസ്സിലായി ശരീരവും മനസ്സും കൂടുന്നതാണ് മനുഷ്യൻ. അതുകൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ സുഖപ്പെടുത്തിയാലേ ലോകത്തിന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുകയുള്ളൂ എന്നൊരു ചിന്ത ഡോക്ടർമാരുടെ ഇടയിലാണ്. പക്ഷേ അതുകൊണ്ടും മനുഷ്യന് പൂർണ്ണമായ സൗഖ്യം കിട്ടുകയില്ല. ക്രൈസ്തവ വിശ്വാസികളായ നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ച ആത്മാവ് കൂടെ കൂടുന്നതാണ് മനുഷ്യൻ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിലുള്ള പങ്കാളിത്തം മനുഷ്യനുണ്ട്. മനുഷ്യ ആത്മാവ് ദൈവാത്മാവിൻ്റെ ഒരു പങ്കാളിത്തമുള്ള സ്വഭാവത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരം, മനസ്സ്, ആത്മാവ് ഇത് മൂന്നും സുഖപ്പെട്ടാൽ മാത്രമേ അവന് സൗഖ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ മൂന്നാം ഘടകത്തെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ധ്യാന കേന്ദ്രം ഇവിടെ സംഘടിപ്പിക്കുവാനായിട്ട് സഭ ആഗ്രഹിച്ചത്. വലിയ മെത്രാപ്പൊലീത്ത മുൻകൈയെടുത്തത്. എന്നാൽ ഈ വാഴയിൽ കുടുംബം സന്മനസ്സോടെ അവരുടെ സ്ഥലം വിട്ടുതന്നത്. അവർ ചിന്തിച്ചിട്ടുണ്ടാണ്, ഈ സ്ഥലം ഇവിടെ കടന്നിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സമ്പന്നരായി അവർക്ക് യാതൊരു ആവശ്യവുമില്ല, അത് വെറുതെ കിടന്ന് പോവുകയുള്ളൂ. എന്നാൽ അതേസമയം ദൈവത്തിന് കൊടുത്താൽ, ദൈവികമായ ഒരു പ്രവർത്തനത്തിന് കൊടുത്താൽ അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ അവർക്ക് ഈ ഭൂമിയിലും അടുത്ത ലോകത്തിൽ ലഭിക്കുമെന്നുള്ള ആ ഒരു ചിന്തയാണ് അവരെ ഈ ദാനത്തിലേക്ക് നയിച്ചത്. ഏതായാലും ഈ ദാനം അഭിമന്യ പിതാവ് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയതിന് ഞാൻ തിരുമേനിയെ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. ഇപ്രകാരം ഒരു ജ്ഞാനകേന്ദ്രം ഇവിടെ ഉണ്ടാകുന്നതിന് വേണ്ടി സഭ ചിന്തിച്ചതിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. സാധാരണഗതിയിൽ സഭയാണെങ്കിൽ പോലും പലപ്പോഴും ആദ്യം ചിന്തിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു ധനാഗമ മാർഗം ഉണ്ടാക്കാമെന്നാണ്. സാധാരണ അങ്ങനെ ഒരു ചിന്ത സഭയിൽ പോലും ഉണ്ട്. കെട്ടിടം കൊണ്ട് വാടകയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ സ്ഥലം തന്നെ വലിയ പാർട്ടികളൊക്കെ പണിത് വിട്ടുകൊടുക്കാം എന്നൊക്കെയുള്ള ചിന്തകൾ. പണമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുകയില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പണമെന്നും സഭയുടെ പണം ഈ ഇരിക്കുന്ന പണമാണ്. സഭയുടെ ധനം ജനമാണ്. ജനം ഉള്ളിടത്തോളം കാലം സഭയ്ക്ക് പഞ്ഞമില്ല. ഇതുപോലുള്ള ഉദാര മനസ്സുകൾ വരുമെന്ന് മാത്രമല്ല, സഭയുടെ ഏത് ആവശ്യവും നിർവഹിക്കുവാൻ ദൈവജനം മുന്നോട്ട് വരും. പണം സ്വരുക്കൂട്ടി വയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് ജ്ഞാനായ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നിങ്ങളെ കണ്ടാൽ തന്നെ അറിയും നിങ്ങൾ കൊടുക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ജ്ഞാനായ സമൂഹത്തിൻ്റെ ഈ വലിയ ജ്ഞാന കേന്ദ്ര സംരംഭത്തിന് ആദ്യമേ തന്നെ ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോട്ടയം സെമിനാരിയിലും ആലുവ സെമിനാരിയിലും ഓരോ വാർഷിക ധ്യാനങ്ങൾ സമൂഹത്തിലെ രാഷ്ട്രീയ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ ഇടയിൽ ഒക്കെയുള്ള ക്രൈസ്തവർക്ക് വേണ്ടി, കത്തോലിക്കർക്ക് വേണ്ടി നടത്താറുണ്ട്. ആ ധ്യാനത്തിൽ സംബന്ധിക്കുന്നവരെല്ലാം ഓരോ വർഷവും പറയാറുണ്ട്, ഈ ധ്യാനം ഒരു വർഷത്തെ ഒന്നു പോരാ, അതിൽ കൂടുതൽ വേണമെന്ന്. കാരണം ഇന്ന് മനുഷ്യന്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണ്. അവന്റെ ആത്മാവിന്റെ ദാഹം പൂർണ്ണമായിട്ട് അവന് ഈ ലോക ജീവിതത്തിൽ സാധിക്കുന്നില്ല. അവൻ ലോക വ്യഗ്രതകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ലോകത്തിന്റെ മറിമായങ്ങളും അവന്റെ മനസ്സിനെയും ആത്മാവിനെയും ദുഷിപ്പിക്കുന്നു. പണത്തിന്റെ ആകർഷണം, അധികാരത്തിന്റെ ആകർഷണം, അല്ലെങ്കിൽ ലളിത ജീവിതത്തിൻ്റെതായിട്ടുള്ള ആകർഷണം, ഇതൊക്കെ മനുഷ്യനെ ഇന്ന് ഒത്തിരി വഴിതെറ്റിക്കുന്ന ഒരു കാലഘട്ടമാണ്.
അപ്പോൾ ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് സംഭവിക്കുന്നത്. ഇന്ന് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. കാരണം എനിക്കെല്ലാം അറിയാമെന്നുള്ള ഒരു മനോഭാവമാണ് കുട്ടികൾ ഒരു 10-15 വയസ്സ് മുതൽ സമ്പാദിച്ചെടുക്കുന്നത്. പിന്നീട് ഓരോരുത്തരും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. പക്ഷേ ഈ സ്വാതന്ത്ര്യം അവരെ ചെന്ന് എത്തിക്കുന്നത് ഒരുതരം അടിമത്തങ്ങളിലാണ്. മനസ്സിനെ സുഖപ്പെടുത്തണമെന്ന് വരിക, ആത്മാവിന് സംതൃപ്തി കൊടുക്കണമെന്ന് വരിക, ഇതുപോലുള്ള സംരംഭങ്ങൾ സഭയിൽ വളരെയേറെ ആവശ്യമാണ്. തിരുവചനം നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ദൈവത്തിൻ്റെ ഇത് അറിയാനുള്ള ഒരു സന്നദ്ധതയിലേക്ക്. തിരുവചനം കേൾക്കുമ്പോൾ, അത് ധ്യാനിക്കുമ്പോൾ, തിരുവചനം അനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മൾ ദൈവികരായി മാറുകയാണ്. ഈയിടെ മലബാർ കത്തോലിക്കാ സഭയ്ക്ക് 2 വിശുദ്ധരെ കൂടുതലായിട്ട് ലഭിച്ചു. എന്ന് വെച്ചാൽ കാർവൻട്രിയ കത്തോലിക്കാ സഭ പ്രഖ്യാപനം ചെയ്തവർ 2 പേരും വിശുദ്ധരായ മനുഷ്യരാണ്. അപ്പോൾ ഈ വിശുദ്ധരായ മനുഷ്യരുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അവർ ദൈവികരായി മാറി എന്നുള്ളതാണ്. അവർ ദൈവത്തെ പോലെ ചിന്തിക്കാൻ, ദൈവത്തെ പോലെ സംസാരിക്കാൻ, ദൈവത്തെ പോലെ പ്രവർത്തിക്കാൻ കേൾപ്പുള്ളവരായിട്ട് മാറി. അതാണ് ഈ ലോകത്തില് അവർ നേടിയ വലിയ ഒരു കേന്ദ്രം നമുക്ക് തരുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: ദൈവത്തിന്റെ കാരുണ്യം അവിടുത്തെ ശക്തിയോളം വലുതാണ് എന്ന്. The power of God, the mercy of God is as equal as His power. സർവശക്തനായ ദൈവമേ എന്ന് എല്ലാ സഭകളിലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തെ വിളിക്കുന്ന ഒരു വിളിയാണ് സർവശക്തനായ ദൈവമേ. രോഗശാന്തി ശുശ്രൂഷകളിലോ ഒക്കെ നമ്മൾ കാണുന്നത് അവിടുന്ന് കാരുണ്യമായിട്ടാണ് വന്നത്. കത്തോലിക്കാ തിരുസഭയിൽ ഒരു വലിയ സാമൂഹിക സേവന പ്രസ്ഥാനമുണ്ട്. കാരിത്താസ് എന്നാണ് തിരുവേദിക്കറിയാമായത്. കാരിത്താസ് അത് ജർമ്മനിയിൽ ആരംഭിച്ചതാണ്. അപ്പോൾ ഈ കാരിത്താസിന്റെ ശാഖകൾ ലോകം മുഴുവനുണ്ട്. കാരിത്താസ് ഇന്ത്യ, കാരിത്താസ് ഓസ്ട്രേലിയ, കാരിത്താസ് USA എന്ന് പറഞ്ഞാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് ഈ കാരിത്താസ് എന്ന വാക്കിന്റെ അർത്ഥം? സ്നേഹം, ചാരിറ്റി. നാട്ടിൻ വാക്കാണെന്നേ ഉള്ളൂ, ചാരിറ്റി. അപ്പോൾ എല്ലാം ചെന്ന് നിൽക്കുന്നത് ഈ സ്നേഹത്തിലാണ്. ആ സ്നേഹത്തിന്റെ രൂപങ്ങളിലും ഭാവങ്ങളിലുമാണ്. ആത്മാവിന്റെ ദാനങ്ങളായിട്ട് തിരുവചനങ്ങളിൽ പറയുന്നതും സ്നേഹത്തിലാണ്. ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞ ഗലാത്യക്കാരൻ പൗലോസ് ശ്ലീഹ പറയുമ്പോൾ ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞിട്ടാണ് കുറേയേറെ നന്മകൾ പറയുന്നത്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഇതെല്ലാം സ്നേഹത്തിന്റെ രൂപങ്ങളും ഭാവങ്ങളുമാണ്. ഇതെല്ലാം ഉള്ളവർക്കാണ് ദൈവികമായ ഒരു സ്വഭാവം വരുന്നത്. കാരണം ദൈവം സ്നേഹമാകും. ഒരൊറ്റ നിർവചനമേ ദൈവത്തിനുള്ളൂ. അപ്പോൾ ആ സ്നേഹം ആയിട്ടുള്ള ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് കിട്ടുമ്പോൾ അത് വിശുദ്ധിയാണ്. സ്നേഹത്തിൽ ചിന്തിക്കുന്നവൻ, സ്നേഹത്തിൽ വ്യാപരിക്കുന്നവൻ വിശുദ്ധിയിലാണ്, ദൈവത്തിലാണ്. പകയിൽ ചിന്തിക്കുന്നവൻ, ശത്രുതയിൽ ചിന്തിക്കുന്നവൻ, കലഹം പറ്റുന്നവൻ, മാത്സര്യത്തിലായിരിക്കുന്നവൻ ദൈവത്തിലായി. അവൻ സാധാരണ ശക്തിയില്ല. ഈ ധ്യാന കേന്ദ്രം നമ്മെ സഹായിക്കാൻ പോവുകയാണ്. ഈ കുട്ടനാടിന്റെ മനോഹരമായ തീരത്തെ, അല്ലെങ്കിൽ പമ്പ നദിയുടെ തീരത്ത് നിങ്ങളിത് സംവിധാനം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ കിട്ടിയ അവസരം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. നിങ്ങളൊക്കെ ലോകവികൃതകളിൽ നിന്ന് മാറി ധ്യാന കേന്ദ്രത്തിൽ വന്ന് താമസിച്ച്, ധ്യാനിച്ച്, തിരുവചനം ശ്രമിച്ച്, വിശുദ്ധ ഉദാസ സ്വീകരിച്ച്, വിശുദ്ധ കുർബാന അർപ്പിച്ച്, അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് വള്ളത്തോളം പറയുന്നത്, ആത്മാവെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആനന്ദലീനനായി കഴിഞ്ഞു കന്യാപുത്രൻ. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ വർണ്ണിച്ചുകൊണ്ട് വള്ളത്തോട് പറയുന്നതാണ് ആത്മാവെ ആത്മാവിൽ കണ്ടുകൊണ്ട്. അതെന്താണ്? അദ്ദേഹത്തിന്റെ ചിന്ത തീർച്ചയായിട്ടും ബ്രഹ്മനും ആത്മനും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവിനെ കണ്ടുകൊണ്ട് നാം ധ്യാനനീലരാകുമ്പോൾ ദൈവത്തിന്റെ സഹജഭാവം നമ്മൾ വരികയാണ്. പൗലോസ് ശ്ലീഹ പറയുന്നു, ദൈവത്തെ ആബാ എന്ന് വിളിക്കുവാൻ നമ്മെ സജ്ജപ്പെടുത്തുന്നത് പോലും അവിടുത്തെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിലാണ് നമ്മൾ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇപ്രകാരമുള്ള ഈ ധ്യാന കേന്ദ്രത്തിന്റെ സഹജമായ ആ പ്രവർത്തനങ്ങളിലേക്ക് സഭ വന്നിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ പ്രദേശത്തുള്ളവർക്ക് ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പറയുകയാണ്.
ഇവിടെ വരുന്നവർക്കും അതുപോലെ തന്നെ തിരുവചനം കേൾക്കാം, കൂതാശകൾ സ്വീകരിക്കാം, പ്രാർത്ഥനയിൽ നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്താം. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കാനായിട്ട് ഈ ധ്യാനകേന്ദ്രം ഉപകരിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ഈ ധ്യാനകേന്ദ്രം വഴി ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്കായി മുൻകൂർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഞാൻ ഈ ധ്യാനകേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നതായി തിരുമേനിയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും ഞാൻ വാദത്തോടുകൂടിയാണ്. നമ്മുടെ ഒരു പരിശുദ്ധ സഭയിലെ അംഗം ആർച്ച് ബിഷപ്പായ അന്ന് മുതൽ പങ്കെടുത്ത എല്ലാ പ്രോഗ്രാമുകളുടെയും മീഡിയകൾ വഴി പത്രത്തിൽ വഴി വന്നത് സമാഹരിച്ചുകൊണ്ട് ഇതാ കടന്നു വന്നിരിക്കുന്നു. ജ്ഞാനായക്കാർ കവിയുടെ പിതാവെ അങ്ങയോടുള്ള ആ സ്നേഹ താല്പര്യങ്ങളുടെ ഗൗരവോദാഹരണമായി അവിടുന്ന് അത് കാണുകയും അത് ഏറ്റവും സഭയിൽ ഏറ്റുവാങ്ങണമെന്ന് കവിയുടെ പിതാവിനോട് പ്രത്യേകമായി സ്നേഹത്തോടെ അറിയിക്കുകയും ചെയ്യും. സെവേറിയസ് തിരുമേനി എന്നെ എവിടെ വെച്ച് കണ്ടാലും സ്നേഹത്തെ കൊണ്ട് വീർപ്പ് മുട്ടിക്കാറുണ്ട്. ഈ ജ്ഞാനായക്കാരെല്ലാം ഈ സ്വഭാവക്കാരാണെന്ന് ഇപ്പോൾ മനസ്സിലായി. വലിയ സംഭാവനയ്ക്ക് നന്ദി. നിങ്ങളുടെ യാത്രയിൽ കൊടുക്കാം. എൻ്റെ വികൃതികളെല്ലാം അതിലുണ്ടെന്നാണ് പറയുന്നത്. നന്ദി. അധ്യക്ഷപദം അലങ്കരിക്കുന്ന ജ്ഞാനായ സമുദായത്തിന്റെ ആർച്ച് ബിഷപ്പ് മരിമന്ത്രായ കുര്യാക്കോസ് മാർ സെവേറിയസ് തിരുമേനി ഈ ജ്ഞാനായ സെന്റർ ഉദ്ഘാടനം ചെയ്ത കത്തോലിക്ക സഭയുടെ മാനേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ്, കുട്ടനാടിന്റെ മുൻ MLA ഡോക്ടർ KC ജോസഫ്, സമുദായത്തിന്റെ ഭാരവാഹികളായ സെക്രട്ടറി ശ്രീ ഏലിയാസ് സിക്രിയ, ട്രസ്റ്റി ശ്രീ KK പുരോള, അസോസിയേഷൻ പ്രസിഡന്റ് വലിയ റവറൻഡ് തോമസ് സർക്കിൾ കോർബിസ്കോപ്പ, വികാരി ജനറൽ ഫാദർ രാജൻ കുളമട, വേദിയിലിരിക്കുന്ന സമുദായ ഭാരവാഹികളെ, പ്രത്യേകിച്ചും ഇതിനൊക്കെ ചുക്കാൻ പഠിക്കുന്ന കമ്മിറ്റി അംഗം ശ്രീ സാബു തോട്ടങ്കൽ, സമുദായത്തിന്റെ ഒരു പ്രധാന കേന്ദ്രം എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. സുനിയോത്രാപൊലിത്താണ് നേതൃത്വം. അങ്ങനെ സമുദായത്തിന്റെ ഭാരവാഹികളായി ഇതിന് വളരെ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടേതായ ഒരു ധ്യാന കേന്ദ്രം വാഴയിൽ T. എബ്രഹാം സംഭാവന ചെയ്ത, സഭയ്ക്കായിട്ട് ദാനം നൽകിയ 14 മക്കൾ ഓടിക്കളിച്ച് നടന്നതായ ഈ കെട്ടിടവും അതിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളും നൽകിയ ആ സ്ഥലത്തൊരു ധ്യാന കേന്ദ്രം ഒരുക്കുന്നതിന് ഇടയാക്കിയതിനവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പിന്നെ തിരുമേനിയും സഭയുടെ ഭാരവാഹികളെയും അനുമോദിക്കുകയും ചെയ്യട്ടെ. മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രത്തിൽ സമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെടണമെങ്കിൽ ഓരോ വ്യക്തികളിലും നന്മയുടെ വിത്ത് വിതയ്ക്കപ്പെടണം. ഈ സുഖാൻ ധ്യാന കേന്ദ്രം ആശ്വാസത്തിന്റെ കേന്ദ്രമാണ്. ഇവിടെ കടന്നു വരുന്നവർക്കൊക്കെ നന്മ ഉള്ളിൽ വിതയ്ക്കുവാൻ പറ്റണം. ആ നന്മയിൽ കൂടെ ഈ സമുദായത്തിലെ ഓരോ വിശ്വാസിക്കും സമൂഹത്തിനും സമാധാനത്തിന്റെ അനുഭവം. മധ്യപരായ ആൾക്കാരുണ്ട്, ദാമ്പത്യ ബന്ധങ്ങളിൽ പ്രശ്നമുള്ളവരുണ്ട്, സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആശ്വാസം കണ്ടെത്തുവാനായിട്ട് ഇവിടെ താമസിച്ചാൽ ഇതിൽ കൂടെ ധ്യാനിച്ച സുവിശേഷത്തിന്റെ ആധ്യാത്മിക അന്തരീക്ഷം കൈവരിക്കുവാനായിട്ട് ഈ ധ്യാന കേന്ദ്രം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് കടന്നുപോയിരിക്കുന്ന വഴിയിൽ G. എബ്രഹാമിനെ അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ദൈവത്തിന് സമർപ്പിച്ച മുന്നോട്ട് ഇത് വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഈ സമുദായത്തിന്റെ ഭാരവാഹികൾക്കും വലിയ മെത്രാപ്പൊലീത്തയ്ക്കും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജ്ഞാനായ സമുദായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടനാട്ടിൽ ഒരു ധ്യാന കേന്ദ്രം
ആരംഭിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ സന്തോഷത്തിൽ പങ്കേൽക്കാൻ അവസരം ലഭിച്ചതിലുള്ള ഒരു കൃതാർത്ഥത എന്ന രേഖപ്പെടുത്തട്ടെ. വേലായുധ പിതാവ് പറഞ്ഞതുപോലെ അസ്വസ്ഥ മനസ്സുകളായി മാറിയിട്ടുള്ള ആധുനിക കാലഘട്ടത്തിലെ ജനങ്ങളെ സ്വസ്ഥമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് മടക്കുവാൻ, അതുവഴി ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനും വേണ്ടിയുള്ള വലിയൊരു ശ്രമം ഇവിടെ നടക്കുന്നു. അവരുടെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ, അവരുടെ കഷ്ടതയിൽ നിന്ന് മോചിപ്പിക്കുവാൻ, ദൈവത്തിൽ ആശ്രയത്വ ബോധമുണ്ടാക്കി ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നമുക്കറിയാം, കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു വിഷയം എന്ന് പറയുന്നത് നിരന്തരമായ ഒരു ശ്രമം ഉണ്ടാകണം. ആ ഒരു ശ്രമമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ആ നിലയിൽ ജ്ഞാനായ സമുദായങ്ങൾക്ക് മാത്രമല്ല, ദൈവത്തിലേക്ക് അടുക്കുവാൻ ആഗ്രഹിക്കുന്ന എന്ന ഒരു കേന്ദ്രമായി മാറട്ടെ. അതിന് ദൈവത്തിൻ്റെ ധാരാളം അനുഗ്രഹം ഈ സ്ഥാപനത്തിൻ്റെ മേലിൽ, സ്ഥാപനം നടത്തുന്ന ആൾക്കാർ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുടെ മേലിൽ, വചനം പ്രഘോഷകരുടെ മേലും, മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ മേലും, എല്ലാ പ്രാർത്ഥനാ വ്യക്തികളുടെ മേലും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി എത്രയും പ്രിയങ്കരനായ PJ ജോസഫ് അവർ ഇതാ കടന്നു വരുന്നു. ബഹുമാന്യനായ PJ ജോസഫ് അവരുടെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയെ നമ്മുടെ സുഖാനിക്കുന്നതായ സമുദായത്തിന് വേണ്ടി ഇപ്പോൾ ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞപ്പോൾ സ്വാഗതം ആശംസിച്ചതാണെങ്കിലും, ഔദ്യോഗികമായി ആശംസിച്ചതാണെങ്കിലും, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരിക്കൽ കൂടെ ആശംസിക്കട്ടെ. അതേ സമയത്ത് തന്നെ നമ്മുടെ മദർ സുപ്പീരിയർ സിസ്റ്റർ ഷൈനു, അതുപോലെ മോൻ കുളങ്ങര, അതുപോലെ ബേബി ആശാരിപുരിയിൽ വരെ വ്യത്യസ്ത നിലകളിൽ ഈ നമ്മുടെ ധ്യാനകേന്ദ്രം അതിൻ്റെ രൂപവും ഭാവവും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സഹായിച്ചത് നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയും ചെയ്യുന്നു. യാത്രികനായ കേരളത്തിലെ ജലമന്ത്രി PJ ജോസഫ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഫണ്ട് കൊടുക്കുന്നത് തോമസ് ജോൺ കുളങ്ങരയാണ്. ദർശനമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ഇപ്പോൾ ആ ഫണ്ട് ബഹുമാനപ്പെട്ട PJ ജോസഫ് അവരുടെ പ്രിയപ്പെട്ട മന്ത്രി അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറിനെ പ്രസംഗിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ധ്യാനകേന്ദ്രം ഉദ്ഘാടനം ചെയ്തു മേജർ ആർച്ച് ബിഷപ്പ് കർത്താവ് ജോർജ് പിതാവ്, തോമസ് മാർ സഭയുമായി എനിക്ക് വളരെ കാലത്തെ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ലിംഗീസ് പിതാവ് ഉള്ളപ്പോൾ ജനത്തെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു. റാന്നി വലിയ പള്ളിയുമായിട്ടുള്ള ബന്ധം ശരിക്ക് സാഹോദര്യ സ്നേഹമുള്ള, കൂട്ടായ്മയുള്ള ഒരു സമുദായമായി അറിയപ്പെടുന്നു. ആധ്യാത്മിക രംഗത്ത് ഒരു പുതിയ വെളിച്ചം പകരുവാൻ സഭാമക്കൾക്കും മറ്റുള്ളവർക്കും ഒന്നിച്ചിരിക്കുവാൻ പറ്റുന്ന ഒരു ധ്യാന കേന്ദ്രം ഇവിടെ തുടങ്ങിയെന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരും മറ്റുള്ളവരും എത്തിച്ചേരുന്നത് നിങ്ങൾക്കറിയാം. സാംസ്കാരികമായി മറ്റ് പ്രധാനപ്പെട്ട ഒരു അച്ചടക്കമുള്ള ആർക്കും ഒന്നിച്ചു ചേരാവുന്ന മനോഹരമായ കുട്ടനാടിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള ഈ സെൻറ്ററിന് ഉപകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് അത്തരത്തിലിന് ഒരു പ്ലാൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ
എല്ലാവർക്കും ഒന്നിച്ച് ചേരാനുള്ള കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അവസരത്തിൽ ക്രിസ്മസിൻ്റെ ഈ നാളുകൾ ഇത്ര മനോഹരമായ ഒരു കേന്ദ്രം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഇതിന് വേണ്ടി ഈ സ്ഥലം ദാനം ചെയ്ത ആളുകളെല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇത് തീർച്ചയായും ഈ കേന്ദ്രം ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രം, ആധ്യാത്മിക കേന്ദ്രവും സാംസ്കാരിക കേന്ദ്രവുമായി മാറട്ടെ എന്ന ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. അതിൻ്റെ പിതാവും കർഷനാടും അതുപോലെ മുഖ്യമന്ത്രിയും എല്ലാം പങ്കെടുത്തുകൊണ്ട് ധ്യാനകേന്ദ്രത്തിന് വേണ്ടി വളരെ സന്മനസ്സോടുകൂടി ഇതിനു വേണ്ടിയുള്ള സ്ഥലം സംഭാവന ചെയ്ത ആളുകളെ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കേണ്ടതായിട്ടുണ്ട്. സന്മനസ്സുള്ളവർക്ക് സമാധാനം. റോഡിൽ നിന്ന് ഈ നമ്മുടെ ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രിയപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഇവിടുന്ന് കടന്നു വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ 2 വശവും ഒന്ന് കെട്ടിക്കിട്ടാൻ വേണ്ടി ഈ വഴി റോഡ് കെട്ടിക്കിട്ടുവാൻ തക്കവണ്ണം വേണ്ട ക്രമീകരണം പ്രിയപ്പെട്ട കെ.സി. ജോസഫ് അവരുടെ വേണ്ട വിധത്തിൽ അത് ക്രമീകരിക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിന് ആ ഒരു കാര്യം കൂടി നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയെ ഓർമ്മപ്പെടുത്തുന്നു. Kuriakos Severius Metropolitan Major Archbishop പ്രസിഡന്റായ കർദിനാൾ മോർ ജോർജ് ആലൻസൻ, അഭിനന്ദനായ കുര്യാക്കോസ് മാർഗ്ഗാനീസ് മെത്രാപ്പൊലീത്ത, ബഹുമാന്യനായ മന്ത്രി ശ്രീ ടി.ജെ. ജോസഫ്, ബഹുമാന്യനായ ഡോക്ടർ കെ.സി. ജോസഫ് എക്സ്-എം.എൽ.എ, ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ, ശ്രീമതി ഓമന അനിൽകുമാർ, സമുദായത്തിന് ഒരു പ്രോജക്റ്റ് കൂടി ഇന്ന് പൂവണിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് അഭിനന്ദനായ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവറിയസ് മെത്രാപ്പൊലീത്തയുടെ നേരിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പ്രോജക്റ്റാണ് ഇന്ന് സഫലമായി നടന്നിരിക്കുന്നത്. നിരവധി മക്കൾ താമസിച്ച ഉന്നത സ്ഥാനത്തെത്തി അവരുടെ പൂർണ്ണമായ കുടുംബം മുഴുവൻ സമുദായത്തിന് നൽകിക്കൊണ്ട് സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ സമർപ്പിച്ചു കൊടുത്ത ആ വാഴി കുടുംബാംഗങ്ങളുടെ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ 12 ഏക്കർ സ്ഥലവും കുടുംബവും മാത്രമല്ല, പുൽപ്പമല എസ്റ്റേറ്റിൽ നിന്ന് ജ്ഞാനായ സമുദായത്തിൻ്റെ വലിയൊരു നേട്ടമാണ്. ആ സ്ഥലം മുഴുവൻ ജ്ഞാനായ സമുദായത്തിന് സംഭാവന ചെയ്ത് സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള വ്യക്തികൾ വേറെ ആരും തന്നെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സമുദായത്തിൻ്റെ പുരോഗതിയും വളർച്ചയും മുന്നിൽ കണ്ടുകൊണ്ട് ആത്മാർത്ഥമായി ഈ സമുദായത്തെ സ്നേഹിക്കുന്ന ആ കുടുംബാംഗങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന ചുപ്പാപ്പ്, അതുപോലെ തന്നെ ആ കുടുംബാംഗങ്ങളെ നന്ദിയോടെ സ്മരിക്കുകയും വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമുക്ക് ധനായ സമുദായത്തിലെ ഓരോ അംഗത്തിനും ഇത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ഇടവക തലത്തിൽ, സമുദായ തലത്തിലുള്ള വിവിധ പ്രസ്ഥാനങ്ങൾ, ആത്മീയ പ്രസ്ഥാനങ്ങളുടെ കൂട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ക്ലാസുകൾ എടുക്കുവാൻ, ധ്യാനം നടത്തുവാൻ, ദൈവസേനകൾ പൂർണ്ണമായി സമർപ്പിച്ച് ഏൽപ്പിക്കപ്പെടുവാൻ ഈ സ്ഥാപനം ഉപകരിക്കട്ടെ. നമ്മളത് പ്രയോജനപ്പെടുത്തണം. മിക്ക ദിവസങ്ങളിൽ ഇവിടെ പ്രോഗ്രാം ഉണ്ടാകുന്ന വിധത്തിൽ ഇതിൻ്റെ കൺവീനിയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് തുടർന്ന് അതിൻ്റെ പാരമ്പര്യത്തിൽ എത്തുവാൻ കൊണ്ട് നമ്മുടെ സഹകരണം ഉണ്ടാകും. നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് കോട്ടയത്തിൻ്റെ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ സാധാരണ പറയുന്ന ഒരു പദപ്രയോഗം ഇതാണല്ലോ, കോട്ടയത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ
മനഃപൂർവ്വം അത് തന്നെ ശരണമാക്കിയിരിക്കുന്ന ഒരു MLA മന്ത്രിയുമാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത്. പൊതുജനം പറയുന്നത് ആ ഒരു സന്തോഷം പങ്കിട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രിയപ്പെട്ട തിരുവഞ്ചൂർ അവരുടെ ഞങ്ങൾക്കിവിടെ ധ്യാനകേന്ദ്രത്തിലേക്ക് ഇത്രയും സന്തോഷമായിട്ട് താല്പര്യമായിട്ട് കടന്നു വരുവാനും സമയം കണ്ടെത്തുവാനും സാധിച്ചതിൽ ഒരിക്കൽ കൂടെ പലപ്പോഴും അറിയിച്ചിട്ടുള്ളതുപോലെ ആ സന്തോഷവും നന്ദി അറിയിക്കട്ടെ. ചെയ്യുന്നതായിട്ടുണ്ട് ഈ അതുപോലുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം അതുകൊണ്ട് അദ്ദേഹവും നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ PJ ജോസഫ് അവരുടെ കല്ലുകെട്ടി കെട്ടിയാലുടൻ തന്നെ അത് ചാർജ് ചെയ്യുന്ന കാര്യത്തിൽ അമാന്തിയോടെ അദ്ദേഹം ആളുകളെ കഴിയുന്നു. ഞങ്ങളുടെ ഫോർ ഗ്രാൻഡ് എന്ന് എന്റെ അഭിനന്ദ പിതാവ് പറയാറുള്ളത് പോലെ അത് നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം അവർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തെ ഒരിക്കൽ കൂടി കയ്യിൽ കൊടുക്കും. ആർച്ച് ബിഷപ്പ് ധ്യാനകേന്ദ്രത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലൻ ചെയ്യുന്നത് നമ്മുടെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യനായ കുര്യാക്കോസ് മാർ ഇവാലിയോസ് സഹപ്രവർത്തകരുടെ സ്നേഹിതരെ സേവകത്തിന് വേണ്ടി എന്നോട് എന്തും പറയാൻ അവകാശമുള്ളവരാണ്. തിരുമേനി അത് പറയുകയും ചെയ്യും, നിങ്ങൾക്കത് കിട്ടിയറിയുകയും ചെയ്യും. അതുകൊണ്ട് തിരുമേനി പറഞ്ഞാൽ സാധാരണ ഞാൻ തിരിച്ചൊന്നും പറയാറില്ല, അത് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഞാനിങ്ങോട്ട് വന്നപ്പോൾ വന്ന വഴിക്ക് തന്നെ ചോദിച്ചു, ചാലക്ക റോഡിൽ നിന്ന് ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് കയറുന്ന റോഡ് കുറച്ച് ചെറുതായിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, തിരുമേനി ഇവിടെ ഇതിനു മുമ്പേ വന്നില്ലേ എന്ന് ഞാൻ വെറുതെ ആണെങ്കിലും ചോദിച്ചു. കാരണം തിരുമേനി എത്തിയാൽ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വന്ന് അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മുടെ PJ ജോസഫിൻ്റെ അടുത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ കല്ല് കെട്ടി രണ്ട് സൈഡും റെഡിയാക്കണമെന്ന്. അപ്പോഴേ എൻ്റെ മനസ്സുണ്ടായിരുന്ന ഓർമ്മ ഇതിനെ ബസ് ഓടിക്കണം എന്ന് പറയുന്നത്. പക്ഷെ വന്നപ്പോൾ അതൊരു ഭാഗ്യത്തിൽ അത് പറഞ്ഞില്ല. കാരണം KSRTCയിൽ ഇപ്പോഴത്തെ സ്ഥിതി അറിയാവുന്നത് കൊണ്ടാകും അത് പറയാത്ത തോന്നുന്നു. ഇവിടെ താൻ നിന്നതിന് വേണ്ടി തിരുമേനി എനിക്ക് നേരത്തെ തന്നെ ഒരു കത്ത് തന്നിരുന്നു. ഞാൻ ആ കത്ത് പ്രോപ്പറായി ചെയ്യാവുന്ന എല്ലാ നടപടികളും ചെയ്യും. നമുക്കതിന് ഒന്ന് ഇനിയിപ്പോൾ രണ്ട് സൈഡിൽ കൂടെ കെട്ടി തീർന്നാൽ ആ തീരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മറ്റ് നടപടികൾ ഞാൻ ഉണ്ടാകും എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരുമേനിയുടെ ഒരു അപ്രോച്ച് വെച്ചത് നോ എന്ന് പറയാൻ ഒരു പൊതുപ്രവർത്തകനും സാധ്യമല്ല. അങ്ങനെ കൃത്യമായ രൂപത്തിലാണ് തിരുമേനി ഈ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്. പിന്നെ തിരുമേനി എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിരുമേനിക്ക് ഒരു ഇടയ്ക്കൊരു സൈഡിൽ പറഞ്ഞു എൻ്റെ MLA എന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ തിരിച്ചു പറയാം, എൻ്റെ തിരുമേനി അതാണ് സേവകൻ തിരുമേനി. അതുകൊണ്ട് തിരുമേനി എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ടുള്ള നടപടികളാണ് എടുക്കുന്നത്. നമ്മുടെ ആലഞ്ചേരി പിതാവ് നമ്മുടെ തൊട്ട നിയോജകമണ്ഡലത്തിലെ തൊട്ടിപ്പുറത്ത് താമസിച്ചിരുന്ന, പക്ഷേ സഭാധ്യക്ഷനായി വളർന്നു കഴിഞ്ഞ് ആലഞ്ചേരി പിതാവ് ഇപ്പോൾ എറണാകുളത്ത് കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ എല്ലാം നമ്മുടെ എത്രയോ ദീർഘകാലമായ അനുഭവ പരിചയങ്ങൾ, കണ്ടുപരിചയം, അന്യോന്യം ബഹുമാനം അതെല്ലാം കണ്ടിട്ടുള്ള സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നി. ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വാഴയിൽ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. കാരണം ഒരു കുടുംബത്തിന് കിട്ടിയിട്ടുള്ള സ്വത്ത് അത് സമൂഹത്തിൻ്റെ സ്വത്താക്കി മാറ്റുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്ന പൂർവികന്മാരെ കുറിച്ച് അഭിമാനത്തോടുകൂടി നമ്മൾ അനുസ്കരിച്ചെങ്കിൽ മാത്രമേ കഴിയൂ. എന്നോടിപ്പോൾ തിരുവേലി തന്നെ സൂചിപ്പിച്ചു, ഇവിടെ കണ്ണൂരിൽ 85 ഏക്കർ സ്ഥലം സഭയ്ക്ക് വേണ്ടി കൊടുത്തു. നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലം 7 ഏക്കർ സ്ഥലമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സ്ഥലവും എല്ലാം സഭയ്ക്ക് വേണ്ടി അത്രയും ത്യാഗത്തോടുകൂടി ഒരു സമീപനം എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. ദൈവം അവരെ വാനോളം അനുഗ്രഹിച്ചു. അതുകൊണ്ട് അവർ 2 കയ്യിൽ നീട്ടി സഭയ്ക്ക് എല്ലാ കാര്യങ്ങളും നൽകി എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബാംഗങ്ങളെയും കുടുംബത്തെയും
അതിന് ഈ തീരുമാനമെടുത്ത പൂർവികരി എല്ലാവരെയും ഞാൻ ബഹുമാനത്തോടുകൂടി ഓർക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ധ്യാന കേന്ദ്രം വളരുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രത്യേകതകളെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ടതില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കുടുംബങ്ങളുടെ അന്തഃഛിദ്രം ഉണ്ടാകും, കുടുംബങ്ങൾക്കകത്ത് മനഃശാന്തിയില്ലാത്ത സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യമാണ് കുടുംബ തകർച്ചയിലേക്ക് പോകുന്നത്. ദൈവത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുമെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ കീഴിൽ നമുക്ക് അടപാടുകളെ പോലെ നീങ്ങാൻ കഴിയും. അത് കഴിയുന്ന ഒരു കുടുംബത്തിന് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഈ അടുത്ത കാലത്തുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാധ്യമങ്ങൾ, പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളുകൾക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകൾ എങ്ങനെയും ഒരു മനഃശാന്തിയോടുകൂടി ഒരു സമൂഹമായി, ഒരു ലോകമായി ഇതിനെ രൂപാന്തരപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തിന് പ്രേരണ കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഒരു ധ്യാന കേന്ദ്രം ഈ കുട്ടനാടിൻ്റെ മധ്യത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി അത് കേരളമൊട്ടാകെയും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ എല്ലാ പ്രദേശത്തുമുള്ള ആളുകൾക്ക് ഒരുമിച്ച് വന്ന് ഇവിടെ ധ്യാന കേന്ദ്രത്തിൽ അവരുടെ സന്തോഷത്തോടു കൂടിയും അതോടൊപ്പം സമാധാനത്തോടു കൂടിയും ഒരുമിച്ച് കൂടുന്നതിനുള്ള അന്തരീക്ഷമുണ്ടാക്കിയ സേവക് തിരുമേനിയെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പറയുന്നു. താമസിച്ചെത്തുന്ന ഒരു വ്യക്തിക്ക് പ്രസംഗത്തിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകം നേരുന്നു. നാളെ രാവിലെ 8:30 മണിക്ക് നിയമസഭയിലെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട ആളാണ് ഞാൻ. 8:30 ഉത്തരം പറയണമെങ്കിൽ 8:30 എത്തുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നോക്കിയെങ്കിലും പറ്റും. 8:30 കൂടുകയും നിയമസഭാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യണം. ഉണ്ടാവുമോ എന്നുള്ളത് ദൈവം തീരുമാനിക്കേണ്ട കാര്യമാണ്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഏതായാലും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ ആലഞ്ചേരി പിതാവ് പോകുന്നതിന് മുമ്പ് ഞാൻ പോകുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. എന്നാലും പിതാവിനോട് എൻ്റെ വിഷമം ഞാൻ പരസ്യമായിട്ട് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഭാവം നടന്നുകൊണ്ട് ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഉയരുന്ന ഭക്തിയുടെ ശബ്ദം ലോകത്ത് എല്ലായിടത്തും സമാധാനത്തിൻ്റെ പ്രതിധ്വനി ഉണ്ടാക്കുന്നതിന് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് தெரிவிക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട അഭിനന്ദ പിതാവായ ആലഞ്ചേരി പിതാവ് കർദിനാൾ, അതോടൊപ്പം തന്നെ ഒരു മൊമെന്റോ നൽകുവാൻ തക്കവണ്ണം അവർക്ക് താല്പര്യമുണ്ട്. ഒന്ന്, നമ്മുടെ ഇതിൻ്റെ കോൺട്രാക്ടർ ജേക്കബ് മാത്യു വെള്ളാപ്പള്ളി, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വർക്കിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സൂപ്പർവൈസറായിരിക്കുന്ന PM ജേക്കബ് കുഞ്ഞുമോൻ കടിയകടം കോട്ടയം, ഇവർക്ക് 2 പേർ മൊമെന്റോകൾ നൽകുകയാണ്. അവരെ അഭിനന്ദ പിതാവിൽ നിന്ന്, ആലഞ്ചേരി പിതാവിൽ നിന്ന് അറിയിക്കുവാൻ അവരെ ക്ഷണിക്കുകയാണ്. അനിൽകുമാർ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ, വെളിനാട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് 1-2 വാക്കുകളിലെ സമയത്തിൻ്റെ പരിമിതികളുണ്ട്. ആശംസ അർപ്പിക്കുകയും അതിനെ തുടർന്ന് ആലഞ്ചേരി പിതാവ്, മന്ത്രി തിരുവഞ്ചൂരാക്ഷൻ, പിതാവായ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് നമുക്ക് മധ്യത്തിലായി സ്ഥാപിച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ശിലാഫലകം അത് അനാവരണം ചെയ്യുന്നതാണെന്നും നിങ്ങളുടെ സ്നേഹത്തെ ഓർമ്മപ്പെടുത്തും. ഉമ്മൻചാണ്ടി നമ്മുടെ ബഹുമാന്യനായ മന്ത്രി PJ ജോസഫ്, അതുപോലെ തന്നെ ബഹുമാന്യനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രി അവർ, നമ്മുടെ MLA, പ്രിയമുള്ള വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരിൽ, വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാനിവിടെ ഈ തിരുസന്നിധിയിൽ നിൽക്കുന്നത്. നമുക്കറിയാം, വെളിയനാടിന് അഭിമാനമായി തന്നെ പറയാവുന്ന ഒരു കാര്യമുണ്ട്. പാവങ്ങളുടെയും നാടായ വെളിയനാട്ടിൽ ഇത്രയും വലിയൊരു ധ്യാനകേന്ദ്രം ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിൽ രോഗികളുടെയും അവസരങ്ങളുടെയും എണ്ണങ്ങൾ കൂടി. ക്യാൻസർ പേഷ്യന്റുകളുടെ എണ്ണം ഏതാണ്ട് 30ഓളം അടുത്തു നമ്മുടെ വെളിയനാട് പഞ്ചായത്തിൽ.
കുട്ടനാട് പ്രദേശത്ത് അതിലേറെയാണ്. അതുപോലെ തന്നെ രോഗബാധിതരായ കുട്ടനാട്, അതുപോലെ വെള്ളപ്പൊക്കത്തിൻ്റെ കുട്ടനാട്. ഇങ്ങനെയുള്ള ഈ കുട്ടനാട്ടിൽ നമ്മുടെ മന്ത്രിമാരെല്ലാം എത്തിക്കഴിഞ്ഞു. നമുക്ക് ഇപ്പോൾ ഈ 15 തൊട്ടുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറ്റുന്ന രീതിയിൽ മന്ത്രിമാർ സമ്മതിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ധ്യാന കേന്ദ്രം കൊണ്ട് നമ്മുടെ വെളിയനാട്ടെ ഹൃദ്രോഗികൾ, ക്ഷയരോഗികൾ, ക്യാൻസർ പേഷ്യൻറ്റുകൾ, ജാതിക്കും മതത്തിനും അതീതമായി പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വിവിധ മാനസിക പേഷ്യൻറ്റുകൾ, ഇവരെ എല്ലാവർക്കും ശാന്തി ലഭിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും ആശംസിക്കുന്നു. ഒന്നാണ് ധ്യാനം. പൗരസ്ത്യ പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഒരു വിശ്വാസി ദൈവത്തെ കാണുന്നത് പ്രാർത്ഥനയിൽ, കേൾക്കുന്നത് ധ്യാനത്തിൽ, സ്പർശിക്കുന്നത് അപ്പത്തിൽ അഥവാ വിശുദ്ധ കുർബാനയിൽ. പ്രാർത്ഥനയിൽ കണ്ട്, ധ്യാനത്തിൽ കേട്ട്, അപ്പത്തിൽ അനുഭവിച്ച് ആ അനുഭവമാണ് ലോകത്തിന് സാക്ഷ്യമായുള്ള ജീവിതമാണല്ലോ ധ്യാനം. ഇവിടെ വന്ന് വ്യക്തിപരമായും കുടുംബമായും സമൂഹമായും ധ്യാനിച്ച് ആ വലിയ ശക്തിയെ ഈ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഏവർക്കും ഈ ധ്യാന കേന്ദ്രം മുഖാന്തരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മേജർ ആനന്ദ പിതാവെ, അഭിമന്യ ആദരണീയനായ മന്ത്രി തിരുവനന്തപുരം രാധാകൃഷ്ണൻ അവർ, അഭിമന്യ കുര്യാക്കോസ് ഈവാഞ്ചലിസ്റ്റ് വേണ്ടി വേദിയിലിരിക്കുന്ന വൈദിക സെക്ഷനെ ജ്ഞാനായ സമുദായത്തിന്റെ ഭാരവാഹികളെ, വൈദിക സെക്ഷനെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സമയം വളരെ വൈകിയിരിക്കുന്നുണ്ട്. ഞാൻ ഒരു വാക്കിൽ നന്ദി പറഞ്ഞുകൊള്ളാമെന്നാണ് ഞാൻ ആദ്യ പിതാവിനോട് പറഞ്ഞത്. ഞാൻ ദീർഘമായ സമയം എടുക്കുന്നില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ധ്യാനകേന്ദ്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ജനറൽ കൺവീനർ എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വളരെ ആത്മാർത്ഥമായി വിജയിപ്പിക്കുന്നവരുടെ എല്ലാവരും, ഈ സദസ്സിലിരിക്കുന്ന ഈ പ്രോഗ്രാമുള്ള എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ ആനന്ദ പിതാവ്, നമുക്കറിയാമല്ലോ, എനിക്ക് പിതാവിന് ഒരുപാട് സ്നേഹവും ബഹുമാനമുണ്ട്. ഞാൻ ജ്ഞാനായ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് പിതാവ് ആദ്യമായി ജ്ഞാനായ സഭയുടെ പരിപാടിക്ക് തക്കല രൂപത്തിൽ പിതാവിലേക്ക് കടന്നു വരുന്നത്. അന്ന് മുതലുള്ള ബന്ധം പിതാവിനോട് എനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വിളിച്ചപ്പോൾ തന്നെ ഞാൻ പിതാവിനെ നേരിട്ട് പോയി കണ്ടപ്പോഴും തീർച്ചയായിട്ടും എന്ത് ഉണ്ടെങ്കിലും വന്നുകൊള്ളാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ജ്ഞാനായ സമുദായത്തിന് അഭിമാനിക്കാം. ജ്ഞാനായ അധിപത്രാസനത്തിന് വെളിമെത്രാപ്പൊടുത്ത അഭിമന്യ കുര്യാക്കോസ് മാർ സേവകസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ധ്യാനകേന്ദ്രം ഉദ്ഘാടനം ചെയ്ത അഭിമന്യ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് നമ്മളൊക്കെ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുന്ന അഭിമന്യ ജോർജ് ആലഞ്ചേരി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ വിനയത്തോടുകൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആദരണീയനായ കേരളത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ട്രാൻസ്പോർട്ട് മന്ത്രി കൂടിയായ കോട്ടയത്തിന്റെ നമ്മുടെ വലിയ പ്രാപ്തയുടെ ഭീകരനായ തിരുവനന്തപുരം രാധാകൃഷ്ണൻ അവരുടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വേദിയിൽ ഉപഭോക്തരായിരിക്കുന്ന നമ്മുടെ അഭിമന്യ റാന്നി മേഖലയുടെ മെത്രാപ്പൊലീത്ത ഈവാഞ്ചലിസ്റ്റ് വേദിയെ ഞാൻ എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വേദിയിൽ ഉപഭോക്തരായിരിക്കുന്ന ജ്ഞാനായ അസോസിയേഷന്റെ പ്രസിഡന്റ് എ.ടി. തോമസ് അടയ്ക്കൽ അച്ഛൻ, VG വികാരങ്ങൾ രാജ്യങ്ങളുടെ അച്ഛൻ, അതിനെ ബഹുമാനായ സഭയുടെ സെക്രട്ടറി എലിയാസ് പാറയിൽ, സമുദായത്തിന്റെ പ്രസിഡന്റ് KK കേരളചന്ദ്ര, ജ്ഞാനായ കമ്മിറ്റി അംഗങ്ങളായ ടിറ്റോ കൊണ്ടു, ജെൻസൂട്ടി, കനകപ്പാറ, CK കൃഷിയിരിക്കണം ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ 3 പള്ളിയുടെ വികാരിമാരായ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മാവിടത്തിൽ സെന്റ് ജോർജ് ദേവാലയത്തിന്റെ വികാരി കൂടിയ ഇളവുകൾക്കും അതിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള വൈദിക സെക്ഷനെ എല്ലാവരെയും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഒറ്റവാക്കി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവരുടെ നമ്മളോടൊരു വാക്ക് നന്ദി പറയാം എന്ന് പറയണമെന്ന് നമ്മൾ ക്രമീകരിച്ചിരുന്നാണ്. ഇതിൻ്റെ ക്രമീകരണം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒറ്റ വാക്ക് ഇപ്പോൾ വാഴയെ നമ്മളെല്ലാം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. വാഴയെ ക്യാപ്റ്റൻ, ഈ വാഴയെ കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലമെല്ലാം സംഭാവന ചെയ്ത
ഇബ്രഹാം, അതുപോലെ ചാച്ചുകുട്ടി, അവരുടെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാര് അവരുടെ അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മയ്ക്കും യാത്രാർത്ഥികൾ അർപ്പിച്ചുകൊണ്ട് ഒന്ന് രണ്ട് വാചകത്തില് ആ ഒരു നന്ദി ഞങ്ങൾ ഇരിക്കുന്നില്ല, ഞങ്ങൾ എല്ലാവരും നിൽക്കുകയാണ്. ഒരു വാചകത്തിൽ പറയാൻ ഒരു വാക്കിൽ സംസാരിക്കും. ഇത്രയും ഒരു സ്വർഗീയ അനുഭൂതി വന്നിട്ട് ദൈവത്തിന് മഹത്വം പറയാനുള്ള ഒരവസരം കിട്ടിയില്ലെങ്കിൽ അത് വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നി. എൻ്റെ മാതാപിതാക്കന്മാരെ ഞങ്ങൾ 14 പേരെ നല്ല ധൈര്യമാക്കി വളർത്തി നല്ലോണം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ അതിന് അവരോടൊരു നന്ദിപ്പേരുടെ ജീവിതത്തിൽ അടിപൊളി തെറ്റായിട്ട് തോന്നി. അതുപോലെ തന്നെ അതിൻ്റെ മൂത്ത സഹോദരനാണ് ഈ വാങ്ങിച്ചത്. അത് ഞാൻ പറയൊക്കെയാണ്. അത് നന്ദി പറയുന്നു. ഈ അവിടുന്ന് അഞ്ചേൽപ്പിക്കാതെ പറഞ്ഞ ആ ആശയങ്ങളെല്ലാം എത്രയോ ഉന്നതമാണ്. അതെല്ലാം ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അഭിനന്ദ പിതാവ് ആശീർവാദം നൽകുകയാണ്. അഭിനന്ദ പിതാവ് ആശീർവാദം നൽകും. അതിനെ തുടർന്ന് നമ്മുടെ ശിലാഫലകം അനാവരണം ചെയ്യുന്നതാണ്. നിങ്ങൾ ധന്യന്മാരിൽ 3 പേരും കൂടെ ചേർന്നായിരിക്കും ആശീർവാദം തരുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നന്ദി, ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവെ നന്ദി. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വിശുദ്ധിയായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.